ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മാക്സ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ജിയോമെട്രിക്കൽ റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ്ബോർഡും ടിഷ്യൂ പേപ്പറിൻ്റെ റോളും അതുപോലെ ഷട്ടിൽ കോക്കിൻ്റെ ആ റോളൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ജിയോമെട്രിക്കൽ റോബോട്ടിനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്ക്വയർ ഹെഡായിട്ട് എടുത്തിട്ടുണ്ട്, റെക്റ്റാങ്കിൾ ബോക്സ് അത് ബോഡി ആയിട്ട് എടുത്തിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറിൻ്റെ റോളാണ് കഴുത്തായിട്ടും അതുപോലെ 2 കൈയായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. കാലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഷട്ടിൽ കോക്കിൻ്റെ അത് കോക്കിട്ട് വയ്ക്കുന്ന ഒരു കുറ്റിയുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൈ എങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ് നമ്മൾ തീരുമാനമാക്കുന്നത്. അപ്പോൾ കൈ ആദ്യം ഇങ്ങനെ ചിരിച്ച് വെക്കണോ അതോ ഇങ്ങനെ നീളനെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ എന്നൊക്കെ തന്നെയായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്നെ സഹായിക്കാൻ ഏണസ്റ്റ് ഉണ്ട് കേട്ടോ, കൂടെ അവൻ്റെയാണ് പരിപാടി ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. 1 ദിവസം 2 ദിവസം എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് അന്നത്തെ പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ സ്പ്രേ പെയിൻ്റ് അടിക്കാനാണ് വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പറൊക്കെ ഒട്ടിച്ച് വരികയാണെങ്കിൽ കുറേ ടൈം എടുക്കും. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ വേഗം പരിപാടി കഴിയുകയും ചെയ്യുമല്ലോ. 2 ബോട്ടിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 ബോട്ടിൽ മതി നമുക്ക് സ്പ്രേ പെയിൻറ് ഫുള്ള് ഫ്രണ്ട് ബാക്കൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ തല വീണു, അതിന് മുന്നേ കൈയും വീണിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളിതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ കൊണ്ടുവരല്ലേ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ട് അത് അടർന്നു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും റൂമിൽ വെച്ച് ഇത് അടിക്കാൻ പറ്റില്ല, കാരണം ഇത് സ്പ്രേ പെയിൻറ്റിൻ്റെ മണം നമുക്ക് നല്ലോണം വീടിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ അത് അത്ര നല്ലതുമല്ലല്ലോ. അപ്പോൾ പുറത്താവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നിന്ന് അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൈയും കാലും ഉടലൊക്കെ ആയിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ വീണ്ടും നമ്മുടെ കൈയും പിന്നെ നമ്മുടെ തലയും ഒക്കെ ഒട്ടിക്കുകയാണ് രണ്ടാമത് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ റോള് ഫുള്ള് അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഒന്ന് വീഴാൻ സ്പീഡായത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് നന്നായി ഫിക്സ് ചെയ്ത് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് എല്ലാം ഫിക്സ് ചെയ്തത്. കണ്ണും മൂക്കൊക്കെ ഒട്ടിക്കാന്ന് വിചാരിച്ചിരുന്ന ഭാഗത്തിൽ ഞങ്ങൾ ഒരു A4 ഷീറ്റ് കൂടി ഒട്ടിച്ചു കൊടുത്തു. കാരണം അവിടെ ഒരു ക്ലിയർനെസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഷീറ്റ് ഒട്ടിച്ചു. പിന്നെ കണ്ണായിട്ട് നമ്മളെടുത്തത് ഇവിടെ മേടിക്കാൻ കിട്ടുന്ന പാലിൻ്റെ കുപ്പിയുടെ മൂടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇങ്ങനെ റൗണ്ട് ആവുമ്പോൾ ഉള്ളിൽ പൊള്ളയല്ലേ, അപ്പോൾ നമ്മൾ അതൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കണ്ണ് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ട്രയാങ്കിളാണ് ഒട്ടിക്കുന്നത്. മൂക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്തു. അതിന് യെല്ലോ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് പെയിൻ്റ് അടിക്കാൻ നിന്നില്ല, പിന്നെ ഒക്കെ നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മൂക്ക് അവിടെ ഒട്ടിച്ചു. പിന്നെ നമ്മൾ ചുണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്, അതിന് റെഡ് കളറും കൊടുത്തു. അങ്ങനെ തല നമ്മൾ നല്ലോണം ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ആ ബോഡിയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഒട്ടിക്കാനുണ്ട്. നമുക്ക് അതിന് റോബോട്ടാണല്ലോ, അപ്പോൾ ഒരു സ്ക്രീൻ വേണമല്ലോ. അപ്പോൾ സ്ക്രീനിന് വേണ്ടിയിട്ട് സ്കൈ ബ്ലൂ കളറിൽ സ്ക്വയർ പേപ്പർ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് സ്റ്റാർട്ടാണ് ഒട്ടിക്കേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം തെറ്റി സ്റ്റോപ്പിൻ്റെ റെഡ് കളറാണ് ഒട്ടിച്ചു കൊടുത്തത്. അത് വീണ്ടും ഞങ്ങൾ ഗ്രീൻ കളറാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കളർ സ്റ്റാർട്ട് അത് പെൻറ്റഗൺ ഷേപ്പിലാണ് വെട്ടിയത്. സ്റ്റോപ്പ് നമ്മുടെ ഹെക്സഗൺ ഷേപ്പിലാണ് വെട്ടിയെടുത്തുള്ളത്. അതിനുശേഷം അതിൻ്റെ താഴെ നമ്മളൊരു വൈഫൈക്ക് വേണ്ടിയിട്ട് ഒരു ഹെപ്റ്റഗൺ ഷേപ്പിൽ 7 സൈഡുള്ള ഹെപ്റ്റഗൺ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തു. പിന്നെ ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പിലും വേണ്ടി വെട്ടിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയിൻ്റെ 2 സൈഡ് നമ്മൾ കവർ ചെയ്തു, ബ്ലൂ കളറിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ റോബോട്ടിനെ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ കിട്ടുന്ന കണ്ണുണ്ടല്ലോ, അത് 2 നമ്മൾ ആ പാൽക്കുപ്പിയുടെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ആ കഴുത്ത് ഇങ്ങനെ കുറച്ചും കൂടി നീണ്ടു നിൽക്കണ കാരണം കൊണ്ട് അതിനൊന്ന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോ ഉണ്ടല്ലോ അതും വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ റോബോട്ടിൻ്റെ പണികളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്മേ കുറച്ച് എഴുതുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ നമ്മൾ ജിയോമെട്രിക്കൽ റോബോട്ട് എന്ന് അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ആയിട്ട് വെച്ചിട്ടുള്ളത് പെൻഡഗൺ ഷേപ്പാണ്, അവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് എഴുതി. പിന്നെ സ്റ്റോപ്പ് ബട്ടൺ ആയിട്ട് വെച്ചുള്ളത് ഹെക്സഗൺ ഷേപ്പാണ്, അവിടെ നമ്മൾ സ്റ്റോപ്പ് എന്ന് എഴുതി. പിന്നെ ഹെപ്റ്റഗൺ ഷേപ്പിൽ ഓറഞ്ച് കളറിലാണല്ലോ ഒട്ടിച്ചിട്ടുള്ളത്, അതിൽ നമ്മൾ വൈഫൈ എന്ന് എഴുതുകയാണ് ചെയ്തത്. അതുപോലെ യെല്ലോ ഷേപ്പ്
നമ്മുടെ ഓവൽ ഷേപ്പിൽ നമ്മൾ കോളുന്നാണ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജിയോമെട്രിക്കൽ റോബോട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ 2D ഷേപ്സും 3D ഷേപ്സൊക്കെ മനസ്സിലാക്കാനും എത്ര തരം ഷേപ്പുകൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് ബോക്സുകളും ടിഷ്യൂ പേപ്പറിൻ്റെ റോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റോബോട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ എല്ലാ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണേ, മറക്കരുത്.